വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ ഓഫീസർ തസ്തികയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗസറ്റ് ഡേറ്റ് 30/12/2024. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 കാറ്റഗറി നമ്പർ 506/2024. ഓൺലൈനായിട്ടാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് പോസ്റ്റ് അഗ്രികൾച്ചർ ഓഫീസർ. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെ. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തസ്തിക ഗസറ്റഡ് പോസ്റ്റാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 20-നും 37-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1/1/2004-നും 2/1/1987-നും ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST OBCക്കും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അംഗീകൃത സർവകലാശാലയിൽ നിന്നും അഗ്രികൾച്ചറിലോ ഹോർട്ടിക്കൾച്ചറിലോ നേടിയിട്ടുള്ള BSc ബിരുദം. Vacancy reporter for the post of seed analyst and technical assistant in agriculture development and farmers welfare department will also be advised from the rank list prepared as per this notification. സീഡ് അനലിസ്റ്റും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയും ഉള്ള ഒഴിവുകളും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന 1 ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. നടത്തിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ലിങ്കിന് നേരെയുള്ള അപ്ലൈ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയവർക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിൽ കയറിയ ശേഷം നോട്ടിഫിക്കേഷന് നേരെയുള്ള അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നവർ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം.
അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ, പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. If a written or OMR or online test is conducted as part of this selection, candidate shall submit a confirmation for writing the examination through their one-time registration profile. റിട്ടൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് സെലക്ഷൻ്റെ ഭാഗമായി നടത്തുന്ന എക്സാമിന് വേണ്ടി കൺഫർമേഷൻ പ്രൊഫൈൽ മുഖേന കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. എക്സാമിനേഷൻ നടത്തുന്ന ദിവസത്തിന് 15 ദിവസം മുമ്പ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആണ്, പ്രൊഫൈലിൽ അവൈലബിൾ ആകുന്നതാണ്. 15 ദിവസം മുമ്പ് മുതൽ എക്സാം ഡേറ്റ് വരെ പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നതാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം, അതിൻ്റെ ഡേറ്റ് എക്സാമിനേഷൻ കലണ്ടറിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒപ്പം തന്നെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, പ്രൊഫൈലും മെസ്സേജ് വരുന്നതാണ്. ആധാർ കാർഡ് ഉള്ള കാൻഡിഡേറ്റ് ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ കൊടുക്കേണ്ടതാണ്. ഈ തസ്തികയിലേക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് kerala.psc.gov.in ആണ്. അവസാന നിമിഷം വരെ നോക്കിയിരിക്കാതെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുക. കൃഷി ഓഫീസർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ മലയാളത്തിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ ലഭ്യമാണ്, വായിച്ചു നോക്കാം. കാറ്റഗറി നമ്പർ 506/2024, വകുപ്പ് കാർഷിക വികസന കർഷകക്ഷേമം, ഉദ്യോഗ പേര് കൃഷി ഓഫീസറാണ്. ശമ്പളം 55,200 മുതൽ 1,15,300 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 20-37 പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സുള്ളതിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. OBC 3 വർഷം, SC/ST 5 വർഷം വയസ്സുള്ളവർ ലഭിക്കും. യോഗ്യതകൾ: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കാർഷിക ശാസ്ത്രത്തിലോ ഹോർട്ടിക്കൾച്ചറിലോ ലഭിച്ചിട്ടുള്ള BSc ബിരുദം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കാർഷിക ശാസ്ത്രത്തിലോ ഹോർട്ടിക്കൾച്ചറിലോ ലഭിച്ചിട്ടുള്ള BSc ബിരുദമാണ് ഇതിലേക്കുള്ള അപേക്ഷിക്കാനുള്ള യോഗ്യത. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ സീഡ് അനലിസ്റ്റ് അഥവാ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളും ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നികത്തുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് പ്രൊഫൈൽ മുഖേന സമർപ്പിക്കാവുന്നതാണ്. നടത്താത്തവർക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്.
ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ സമർപ്പിക്കപ്പെടുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും ലഭ്യമാകുന്നതാണ്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അവസാന നിമിഷം വരെ നോക്കിയിരിക്കാതെ അവസാന തീയതിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ വിലാസം www.keralapsc.gov.in. Thank you for watching my channel. Thank you for watching my videos. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോസും ചാനലും എത്തിക്കുന്നതിന് ആയിട്ട് വീഡിയോസും ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെൽ ബട്ടണോട് പ്രസ് ചെയ്യേണ്ടതാണ്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. Thank you for watching my channel and thank you for watching my videos. Thank you.